എപ്പോഴെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മണിക്കൂറുകളോളം ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുമുള്ള ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് മാത്രം എന്തിനെയൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ? എങ്കിൽ ഓർക്കുക, അതൊരു വെറും ചിന്തയല്ല. ഈ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷണമാണത്. നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ അനാവശ്യമെന്ന് വിചാരിക്കുന്ന ആഴമേറിയ ചിന്തകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചം നമ്മിലേക്ക് എത്തിക്കുന്ന ചില സന്ദേശങ്ങളാണ്. പ്രപഞ്ചം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സും. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോ ചിന്തയും പ്രപഞ്ചത്തിലെ ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന്. എന്നാൽ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു ലക്ഷ്യമില്ലാതില്ല. ഒരു ചെറിയ വിത്ത് മണ്ണിൽ വീണ് മുളയ്ക്കുന്നത് മുതൽ ഒരു നക്ഷത്രം തകരുന്നതുവരെ കൃത്യമായ കാരണങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആഴമേറിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്താൻ വേണ്ടിയുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവർ സാധാരണ മനുഷ്യരെക്കാൾ പ്രപഞ്ചത്തോട് അടുത്താണ് ജീവിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെയുള്ളവർക്ക് കഴിയും. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവ നിങ്ങളെ തളർത്താനുള്ളതല്ല, മറിച്ച് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കാനുള്ളതാണ്. പല പ്രശസ്തരായ ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഭ്രാന്തമായ അവസ്ഥയിലെത്തിയവരാണെന്ന് ലോകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ ചിന്തിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല കണ്ടെത്തലുകളും. നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തിൽ മാത്രം ഉടക്കി നിൽക്കുമ്പോൾ അതിനർത്ഥം പ്രപഞ്ചം ആ വിഷയത്തിലൂടെ നിങ്ങൾക്കെന്തോ ഒരു വലിയ വഴി കാണിച്ചു തരാൻ ശ്രമിക്കുന്നു എന്നാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു തീരുമാനമായിരിക്കാം. പ്രപഞ്ചം സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് നിശബ്ദതയിലൂടെയാണ്. നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ നിശബ്ദതയെ ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. ചിന്തകൾ അധികമാകുമ്പോൾ മനസ്സിന് ഭാരമായി തോന്നാം. എന്നാൽ അത് പ്രപഞ്ചം നൽകുന്ന ഒരു പരീക്ഷണമാണ്. ആ ചിന്തകളെ പോസിറ്റീവ് ആയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അത് പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കുന്ന സ്വഭാവമുള്ളവർ തങ്ങളുടെ ചിന്തകളെ ഒരു ശാപമായി കാണരുത്. അത് പ്രപഞ്ചം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻകൂട്ടി പറച്ചിൽ കൂടിയാണ് നിങ്ങളുടെ ചിന്തകൾ. പ്രപഞ്ചത്തിന്റെ ശബ്ദം തിരിച്ചറിയുക, നിങ്ങളുടെ ചിന്തകൾക്ക് കൃത്യമായ ഒരു ദിശ നൽകുക. ഇനി മുതൽ നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കണ്ണുകൾ അടച്ച് ആ ചിന്തകളെ ശ്രദ്ധിക്കുക. പ്രപഞ്ചം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണ്.